CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ 2026 മാർച്ച് 5 തുടങ്ങി മാർച്ച് 30 വരെയുള്ള തീയതികളിൽ നടക്കും. മെയ് 8 SSLC ഫലം പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം പാറേമ്പാടത്ത് നിയന്ത്രണം വിട്ട മിനി ഗുഡ്സ് ലോറി ബൈക്കുകളിൽ ഇടിച്ച് അപകടം, 5 പേർക്ക് പരിക്കേറ്റു. പാവിട്ടപ്പുറം സ്വദേശി 60 വയസ്സുള്ള മജീദ്, ഒതളൂർ സ്വദേശി 57 വയസ്സുള്ള ബഷീർ, അക്കിക്കാവ് സ്വദേശി 39 വയസ്സുള്ള രാകേഷ് രാജ് ഉൾപ്പെടെ 5 പേർക്കാണ് പരിക്കേറ്റത്. ബഷീർ, മജീദ് എന്നിവരുടെ പരിക്ക് ഗുരുതരമാണ്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വീതിയേറിയ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിച്ചു. സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുഭാഗത്തായാണ് പുതിയ മേൽപ്പാലം. 6 മീറ്റർ വീതിയുള്ള മേൽപ്പാലത്തിന്റെ പടികളുടെ നിർമ്മാണം കൂടി പൂർത്തിയായാൽ യാത്രക്കാർക്ക് ഉപയോഗിച്ചു തുടങ്ങാം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പെരുമ്പിലാവ് പാതാക്കര സ്വദേശി കമ്പിയിൽ 58 വയസ്സുള്ള മുരളിയാണ് മരിച്ചത്. 19-ാം തീയതി ഞായറാഴ്ച രാത്രി 8 കൊരട്ടിക്കര പ്രിയദർശിനി ബസ് സ്റ്റോപ്പിന് സമീപത്താണ് അപകടം നടന്നത്. ചാവക്കാട് മണത്തലയിൽ ദേശീയപാത മേൽപ്പാലത്തിന്റെ പാർശ്വഭിത്തി നിർമ്മാണത്തിനിടെ കോൺക്രീറ്റ് ബ്ലോക്ക് താഴേക്കു പതിച്ചു. വൻ അപകടം ഒഴിവായി. ചൊവ്വാഴ്ച രാത്രി 9:30 സംഭവം. വിദ്യാഭ്യാസ നയത്തെ കാവ്യവൽക്കരിക്കുന്ന BJP സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കിയ പിണറായിയുടെ നിലപാടിനെതിരെ എന്ന മുദ്രാവാക്യത്തിൽ കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ജ്വാല നടത്തി. വനിതാ ശാക്തീകരണവും സംരംഭകത്വ വികസനവും ലക്ഷ്യമാക്കിക്കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വനിതാ വ്യവസായ കേന്ദ്രം തുറന്നു. MLA AC മൊയ്തീൻ വ്യവസായ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചേറ്റുവ പഴയ ടോൾ ബൂത്തിനടുത്ത് അജ്ഞാത പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. രാവിലെ 11 മണിയോടെയാണ് അഴുകിയ നിലയിലുള്ള മൃതദേഹം കണ്ടത്. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. എരുമപ്പെട്ടി കരിയന്നൂർ ബാറിന് സമീപം നിർത്തിയിട്ട ലോറിയുടെ പിറകിൽ സ്കൂട്ടർ ഇടിച്ച് യുവാവിന് പരിക്കേറ്റു. കുറുമാൽ സ്വദേശി അനീഷിനാണ് പരിക്കേറ്റത്. ഇയാളെ എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന് ഇനി 5 നാൾ മാത്രം. എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂളിൽ നവംബർ 4 കലോത്സവത്തിന് തുടക്കമാകും. കലോത്സവത്തിന്റെ ലോഗോ NK അക്ബർ MLA പ്രകാശനം ചെയ്തു. കുട്ടഞ്ചേരി GLP സ്കൂളിന് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് 2024-25 കളിയങ്കണം കിഡ്സ് അത്ലറ്റിക്സ് പദ്ധതിയുടെ ഭാഗമായി കായികോപകരണങ്ങൾ ലഭിച്ചു. കണ്ടാണശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവക CLC സംഘടനയും കണ്ടാണശ്ശേരി നിരാമയ ഹെൽത്ത് കെയർ സെന്ററും ചേർന്ന് സൗജന്യ രക്തപരിശോധനാ ക്യാമ്പ് നടത്തി. കോതമംഗലം മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് MBA വിഭാഗത്തിന് കീഴിലുള്ള തണൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓൾ കേരള ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽസ് ക്യാമ്പയിന്റെ 2ാം ഘട്ടം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്നു. പൊന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ നിന്നും നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ നിർവഹിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നവീകരിച്ച ശങ്കരകുളത്തിന്റെ ഉദ്ഘാടനം നടന്നു. മുരളി പെരുന്നെല്ലി MLA നവീകരണ പ്രവൃത്തി നടത്തിയ കുളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കടവല്ലൂർ പഞ്ചായത്തിലെ കോടത്തുംകുണ്ട് ഒറ്റപ്പിലാവ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധന വിധവകൾക്കായുള്ള സൗജന്യ ആട് കൈമാറ്റ പദ്ധതി പ്രകാരം ആടിനെ കൈമാറി. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരിച്ചുവന്ന പ്രവാസികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ എന്ന തലക്കെട്ടിൽ പ്രതിഷേധ സമരസംഗമം നടത്തി. ചാലിശ്ശേരി റോയൽ ഡെന്റൽ കോളേജിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ദന്തപരിശോധനാ ക്യാമ്പ് നടത്തി. ചാലിശ്ശേരി SHO M മഹേന്ദ്രസിംഹൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പുത്തൻകടപ്പുറം GFUP സ്കൂളിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.